Hi students, today we will be dealing with greatest common divisors. So how to find out the greatest common divisors of two number. So the definition goes like this. Let A, B be two integers, not both 0. The largest integer B such that D divides A and D divides B is called the greatest common divisor of A and B, and it is denoted by GCD of AB, GCD of A comma B. Okay, so that is A, B രണ്ട് integer ആണെങ്കിൽ A നെയും B നെയും രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇന്റിജർ ആണ് A യുടെയും B യുടെയും GCD എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ടു നമ്പേഴ്സ് 24 and 36 എടുക്കുകയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇന്റിജർ കണ്ടുപിടിക്കുക. അപ്പൊ 24ന് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടാവും? 2 ഉണ്ടാവും, പിന്നെ 6 2 3. 24ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നോക്കാം. 2 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 12 ഉണ്ട്, 4 ഉണ്ട് അല്ലേ? ഇതാണ് 24ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. 2 3 6 4 8. Okay, so these are the factors of 24. ഇനി 36ന്റെ factors ഏതൊക്കെയാണ്? 36ന്റെ factors 2 ഉണ്ട്, 3 ഉണ്ട്, then 4 6 9, then 18. Okay, so these are the 18, then 12. ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? 12 18. Okay, so these are the factors of 36. These are the factors of 24. ഇനി ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതാണ്? കോമൺ ആയിട്ടുള്ള ഡിവൈസസ് 2 കോമൺ ആണ്, 3 കോമൺ ആണ്, then 6 കോമൺ ആണ്, 4 കോമൺ ആണ്, then വേറൊന്ന് കോമൺ ആയിട്ട് 12 കോമൺ ആണ് അല്ലേ? Okay, so ഇതാണ് കോമൺ ഫാക്ടേഴ്സ് 2 3 6 12 and 4. ഇത്രയാണ് കോമൺ ഫാക്ടേഴ്സ്. ഈ കോമൺ ഫാക്ടേഴ്സിലെ ഗ്രേറ്റസ്റ്റ് ഏതാണ്? 12 ആണ് അല്ലേ? സോ 12 ആണ് ഇതിന്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. സോ GCD ഓഫ് 24 and 36 is equal to 12 എന്ന് കിട്ടും. അതായത് 24ന്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാ നോക്കുക, 36ന്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാ നോക്കുക, അതിൽ കോമൺ ആയിട്ടുള്ള ഡിവൈസേഴ്സ് ഏതൊക്കെയാ നോക്കുക. ആ കോമൺ ആയിട്ടുള്ള ഡിവൈസേഴ്സിൽ ഏറ്റവും വലുത് ഏതാണോ അതായിരിക്കും GCD എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വേറൊരു ഡെഫിനിഷൻ നോക്കാം. Let A, B be two integers. Let A, B be two integers. A and B are said to be relatively prime. Relatively prime if GCD of A and B is equal to 1. A, B എന്ന് പറയുന്ന രണ്ട് ഇന്റിജേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് എപ്പോഴാണ് നമ്മൾ പറയാ? അതിന്റെ GCD എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അങ്ങനെ അതായത് എന്താണ്? എക്കും ബിക്കും കോമൺ ആയിട്ട് ആകെയുള്ള ഡിവൈസർ 1 മാത്രം ആയിരിക്കണം അല്ലെ? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് A ആൻഡ് B 1 ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആണ് എന്ന് പറയും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കാം. 17 and 21. രണ്ട് നമ്പേഴ്സ് 17 and 21. 17നും 21നും കോമൺ ആയിട്ട് 17ന് ആകെ ഏത് മാത്രമേ ഡിവൈസ് ഉള്ളൂ? ദിസ് ഇസ് പ്രൈം നമ്പർ അല്ലേ? 1ഉം 17നും മാത്രമേ ഉള്ളൂ. 17 പ്രൈം നമ്പർ ആണ്. 21ന് 1 ഉണ്ട്, 2 3 ഉണ്ട്, 7 ഉണ്ട് അല്ലെ? 21 ഉണ്ട് ഡിവൈസേഴ്സ് ആയിട്ട്. നോക്കാം, കോമൺ ആയിട്ട് ഏത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ കോമൺ ആയിട്ടൊരു ഡിവൈസർ. സോ GCD ഓഫ് 17 and 21 is equal to 1. Therefore 17 and 21 are relatively prime. Relatively prime. Okay, ഇനി നെക്സ്റ്റ് ഡെഫിനിഷൻ നോക്കാം.
let a1, a2, etc. an be integers. a1, a2, etc. an എന്ന് പറയുന്ന കുറച്ച് ഇന്റീജേഴ്സ് ആണ്. They are said to be pairwise relative. Pairwise relatively prime. Pairwise relatively prime ആണ് എന്ന് പറയണമെങ്കിൽ if GCD of AI AJ is equal to 1 where 1 less than or equal to I less than J less than or equal to M. അതായത് a1, a2, a3, etc. a എന്ന് പറഞ്ഞ കുറച്ച് ഇന്റിജേഴ്സ് എടുത്താൽ they are said to be relatively prime, pairwise relatively prime if GCD of AI AJ equal to 1. ഇതിൽ ഏത് രണ്ടെണ്ണം തമ്മിൽ GCD എടുത്താലും എന്ത് കിട്ടണം? 1 എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും these integers are relative pairwise relatively prime എന്ന് പറയും. For example, okay, ഞങ്ങളുടെ മൂന്ന് ഇന്റീജേഴ്സ് ഇവിടെ എടുക്കാം. നമുക്ക് ഓക്കെ, 4 ഇന്റീജേഴ്സ് എടുത്തു ഇവിടെ. ഇനി നോക്കാം ഇത് പെയർവൈസ് റിലേറ്റീവ്ലി പ്രൈം ആണോ നോക്കണം. അപ്പൊ എന്ത് ചെയ്യണം? എല്ലാ രണ്ട് കോമ്പിനേഷൻസ് എടുത്ത് GCD നോക്കാം. GCD ഓഫ് 10 and 21 എന്താണ്? 1 ആണ്. 10 നും 21 കോമൺ ആയിട്ട് നമുക്ക് ഡിവൈസേഴ്സ് ഒന്നുമില്ല. അടുത്തത് GCD ഓഫ് 21 and 19. ഇത് രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. GCD എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി GCD ഓഫ് 19 and 29 ഇതും എന്താണ്? 1 ആയിരിക്കും അല്ലെ? രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്. ഇനി GCD ഓഫ് 10 and 19 അതും 1 ആണ്. GCD ഓഫ് 10 and 29 അതും 1 ആണ്. GCD ഓഫ് 21 and 19 നോക്കി 21 and 29 അതും 1 ആണ്. കാരണം 29 പ്രൈം നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ എന്തായാലും 1 മാത്രമേ ഡിവൈസർ ഉള്ളൂ. ഇനി GCD ഓഫ് ഓക്കെ എല്ലാ കോമ്പിനേഷൻസും നമ്മൾ നോക്കി അല്ലെ. അപ്പൊ ഏത് തമ്മിൽ GCD എടുത്താലും എന്താണ്? ദിസ് ഈസ് റിലേറ്റീവ്ലി പ്രൈം അല്ലെ? റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ റിലേറ്റീവ്ലി പ്രൈം ആണ് ഈ 4. പെയർവൈസ് റിലേറ്റീവ്ലി പ്രൈം ആണ്. പെയർവൈസ് റിലേറ്റീവ്ലി പ്രൈം ആണ്. ഓക്കെ, സോ റിലേറ്റീവ്ലി പ്രൈം എന്താണെന്ന് കണ്ടു. ദെൻ പെയർവൈസ് റിലേറ്റീവ്ലി പ്രൈം എന്താണെന്നും കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് GCD കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ്. നമ്മളിവിടെ 24ന്റെയും 36ന്റെയും GCD കണ്ടുപിടിച്ചായിരുന്നു അല്ലെ. അത് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 24ന്റെ ഫാക്ടേഴ്സ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തു. 2, 3, 4, 6, 8, 12 അതിങ്ങനെ ലിസ്റ്റ് ചെയ്തു. അതേപോലെ 36ന്റെയും നമ്മൾ ലിസ്റ്റ് ചെയ്തു. 2, 3, 4, 6, 9, 12, 18 എന്നിങ്ങനെ ലിസ്റ്റ് ചെയ്തു അല്ലെ. എന്നിട്ടാണ് നോക്കിയത്. ഇനി നമ്മുടെ നമ്പേഴ്സ് വലുതാവുമ്പോ ഓക്കെ, സപ്പോസ് എനിക്കിവിടെ നമ്പേഴ്സ് ഒരു 624ഉം ഒരു 536ഉം ആണെന്ന് വിചാരിക്കാം. ഈ രണ്ട് നമ്പേഴ്സിന്റെ GCD ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ട് വലിയ സംഖ്യകളാണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഡിവൈസേഴ്സ് ഇതുപോലെ ലിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് tedious പ്രോസസ് അല്ലെ. എന്താ പറയാ, നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഒത്തിരി നേരം എടുത്തിട്ട് എഴുതേണ്ടി വരും. അപ്പൊ അതിനൊരു മാർഗമാണ് നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കൂടെ നമുക്ക് GCD കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ HCF കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ടാവും. ആ സെയിം പ്രോസസ് ആണ് കേട്ടോ ഇത്. അത് സെയിം തിങ് ആണ് GCD എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കാം. ഇപ്പൊ 624ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് 2 ആണ്. 3, 1, 2, again 2, then 1, 5, 6, then 2, 7, 8, then 2, 3, 9, 39 2 കൊണ്ട് വരില്ല. then അടുത്തത് 3 ആണ് പോസിബിൾ. സോ ഇങ്ങനെ വരും.
ഇനി അടുത്തത് 536ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഇതാ 2 2s are 4 6 12 8 then again 2 1 3 4 then again 2 6 7 67 is prime number so ഇവിടെ അതുകൊണ്ട് അത് നിൽക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 624ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഞാൻ എഴുതാണ്. എന്താണ്? 2 into 2 into 2 into 2 into 3 into 13. ഇനി എങ്ങനെ എഴുതാം? 2 into 2 into 2 into 2 നെ 2 raised to 4 എന്ന് എഴുതാം. into 3 raised to 1 into 13 raised to 1 എഴുതാം. ഓക്കെ, നെക്സ്റ്റ് 536 നെ എനിക്ക് 2 into 2 into 2 into 67 എഴുതാം. So that will be 2 raised to 3 into 67 raised to 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി വേണ്ടത് ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണ്? GCD കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ GCD ഓഫ് 624 and 536 is equal to, നമ്മൾ ഇതിലെ കോമൺ ആയിട്ട് ഇവിടെ ആദ്യത്തെ ഫാക്ടർ 2 raised to 4 ആണ്. ഇവിടെ 2 raised to 3 ആണ് അല്ലെ. ഇവിടെ 2 raised to 4, ഇവിടെ 2 raised to 3 ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് 2 raised to minimum of 4 and 3, അതായത് ഈ പവർ രണ്ടിന്റെ പവർ ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്. രണ്ടിന്റെ പവറിന്റെ അകത്ത് ചെറുത് ഏതാണോ അതാണ് ഇവിടെ എഴുതുക. ഓക്കെ, മിനിമം ഓഫ് 4 and 3. 4ലും 3ലും മിനിമം ഏതാണ്? 3 ആണ് ചെറുത് അല്ലെ. അപ്പൊ 3 ഇൻറ്റു നെക്സ്റ്റ് 3 ആണ് ഉള്ളത് അല്ലെ. ഇവിടെ 3 raised to 1 ഉണ്ട്, ഇവിടെ 3 ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ 3 raised to 0 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തൊരു 3 raised to minimum of 1 and 0 ഇൻറ്റു അടുത്തത് 13 ആണ്. ഇവിടെ 13 ഇല്ല. സോ ഇവിടെ 13 raised to 0 എന്ന് കൊടുക്കാം. അപ്പൊ 13 raised to minimum of 1 and 0 into നെക്സ്റ്റ് ഇവിടെ 67 ഉണ്ട്, ഇവിടെ 67 ഇല്ല. അപ്പൊ 67 raised to 0 എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ എന്തായി? 67 raised to minimum of 1 and 0. ഇനി ഇവിടെ നോക്കാം. 2 raised to minimum of 4 and 3 എന്ന് പറയുന്നത് 2 cube ആണ്. 3 മിനിമം എന്ന് പറയുന്നത് ഇവിടെ 1 ഉം 0 ലും മിനിമം 0 ആണ്. ഇവിടെ 1 ഉം 0 ലും മിനിമം 0 ആണ്. ഇവിടെ 0 ആണ്. ഓക്കെ, ഇനി നമ്പർ റൈസ് ടു 0 ഈസ് 1. ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് 1 ആണ് അല്ലെ. സോ 2 cube into 1 into 1 into 1 that is 2 cube, that is 8. സോ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, ഇനി ഇത്രയും ഇത് ഞാനൊരു അതിന്റെ ഒരു മെത്തേഡിലൂടെ പറഞ്ഞതാണ്. നിങ്ങൾ ഈ ഇല്ലാത്ത ഫാക്ടേഴ്സിനെ ഇങ്ങനെ 0 കൊടുത്ത് എഴുതണമെന്ന് നിർബന്ധമില്ല. എന്ത് ചെയ്താൽ മതി? കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഓക്കെ, എന്താണ് ഇവിടെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ കോമൺ ആയിട്ടുള്ളത് 2 മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. അപ്പൊ GCD ഓഫ് 624 and 536 is equal to കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതാന്ന് നോക്കാം. ഇവിടെ 2 ആണ് കോമൺ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ 2 എഴുതുക. ഇനി അതിന്റെ പവർ രണ്ടിടത്തും പവർ നോക്കുക. അതിൽ ചെറുത് ഏതാണോ ആ പവർ കൊടുക്കുക. ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്. 3 ആണ് ചെറുത്, അത് കൊടുക്കുക. സോ ദാറ്റ് ഈസ് 8. സിംപ്ലി ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അതായത് കോമൺ ആയിട്ടുള്ള നമ്പർ ഫാക്ടർ ഏതാന്ന് നോക്കുക. ആ ഫാക്ടർ എഴുതുക. അതിന് പവർ ഏതാ കൊടുക്കേണ്ടത്? മിനിമം പവർ ഏതാന്ന് കൊടുക്കുക, ഏതാന്ന് നോക്കുക, ആ പവർ കൊടുക്കുക. സോ ആൻസർ ഈസ് 8. സോ GCD ഓഫ് 624 and 536 ഈസ് 8. അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ GCD ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എടുക്കുമ്പോൾ പവർ ചെറുത് പവറാണ് എടുക്കേണ്ടത്, ചെറിയ പവറാണ് എടുക്കേണ്ടത്. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കാൻ പവർ എടുക്കുന്നത് ചെറുതാണ്, സ്മോളസ്റ്റ് പവർ ആണ് എടുക്കുന്നത്. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിന് സ്മോളസ്റ്റ് പവർ. അങ്ങനെ അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്, LCM. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ.
ഇനി ഇതിന്റെ തന്നെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ രണ്ട് നമ്പറിന്റെ തന്നെ നമുക്ക് LCM ഓഫ് 624 ആൻഡ് 536 കണ്ടുപിടിക്കാം. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ വേണം. സോ 624 എനിക്ക് 2 raised to 4 into 3 into 13 എഴുതാം. 536 എനിക്ക് 2 cubed into 67 എഴുതാം. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആയപ്പോ സ്മോളസ്റ്റ് പവർ എടുക്കാൻ ഞാൻ പറഞ്ഞല്ലേ. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആകുമ്പോ ഗ്രേറ്റസ്റ്റ് പവർ എടുക്കുക, നേരെ തിരിച്ച്. അതായത് LCM of 624 and 536 is equal to, ഇവിടെ ആദ്യത്തെ ഫാക്ടർ എടുത്തു 2 എടുത്തു. അതിന്റെ ഗ്രേറ്റസ്റ്റ് ഏതാണ്? ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്. സോ ഗ്രേറ്റസ്റ്റ് 4 ആണ്, 4 into അടുത്ത ഫാക്ടർ ഇവിടെ 3 raised to 1 ആണ് അല്ലെ. ഇവിടെയോ പക്ഷെ 3 raised to 0 ആണ് അല്ലെ. നമുക്ക് 3 raised to 0 എന്ന് ഇവിടെ കൊടുക്കാം. അപ്പൊ ഗ്രേറ്റസ്റ്റ് പവർ ഏതാണ്? 3 കൊടുത്തു, ഗ്രേറ്റസ്റ്റ് പവർ 1, 3 raised to 1. ഓക്കെ, ഇനി അടുത്ത പവർ ഇവിടെ ഏതാണ്? 13 ആണ് അല്ലെ. 13 ഇവിടെ 13 raised to 1 ആണ്, ഇവിടെ 13 ഇല്ല. സോ 13 raised to 0 എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോഴും ഹൈയസ്റ്റ് ഏതാണ്? 1 ആണ്. ഇവിടെ 1, ഇവിടെ 0. അപ്പൊ ഹൈയസ്റ്റ് പവർ 1, 13 raised to 1 into നെക്സ്റ്റ് ഇവിടെ 67 raised to 1 ആണ്, ഇവിടെ ഇല്ല. 67 raised to 0 ആണ്. സോ ഗ്രേറ്റസ്റ്റ് പവർ ഏതാണ്? 67 raised to 1. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. 2 raised to 4 16 into 3 into 13 into 67. ആൻസർ വരാം 48 into 30 into 67. കാൽക്കുലേറ്റ് ചെയ്തോളാം ആൻസർ. സോ ഇങ്ങനെയാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുന്നത്. സോ ഹൈയസ്റ്റ് കോമൺ, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കാൻ നേരത്ത് കോമൺ ആയിട്ടുള്ള ഫാക്ടർ മാത്രം കൺസിഡർ ചെയ്യാം. ഇവിടെ കോമൺ ആയിട്ട് 2 മാത്രമേ വരുന്നുള്ളൂ അല്ലെ. 2 മാത്രം കൺസിഡർ ചെയ്യാം. അതിനകത്ത് ചെറിയ പവർ ഏതാണോ ആ പവർ കൊടുക്കുക. ഇനി ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എഴുതണം. 2 എഴുതണം, 3 എഴുതണം, 13 എഴുതണം, ഇവിടുത്തെ 67 എഴുതണം. എല്ലാ ഫാക്ടേഴ്സും എഴുതണം. ഇനി കോമൺ ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടെങ്കിൽ പവർ കൊടുക്കേണ്ട ഏതാണ്? ഏതിനാണോ വലിയ പവർ ആ പവർ കൊടുക്കുക. ഓക്കെ, ഇത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിരിക്കും ചിലപ്പോ. 3 into 13 67 ഇങ്ങനെയായിരുന്നു അല്ലെ. അപ്പൊ LCM കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ രണ്ടിടത്ത് 2 ഉണ്ട് അല്ലെ. ആ 2 ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. പവർ വലുത് കൊടുക്കുക. ദെൻ ബാക്കിയുള്ള ഇവിടെ 3 ഇവിടെ ഇല്ല. സോ ഇവിടെ 13, ഇവിടെ 67. അപ്പൊ കോമൺ ആയിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യം എഴുതിയിട്ട് വലിയ പവർ കൊടുക്കുക. ബാക്കി കോമൺ ആയിട്ട് അല്ലാതെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ ഫാക്ടേഴ്സ് എല്ലാം നിരത്തി എഴുതി മൾട്ടിപ്ലൈ ചെയ്തോളൂ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസേഴ്സും ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്താ GCD കണ്ടുപിടിക്കാനും LCM കണ്ടുപിടിക്കാനും. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. താങ്ക് യു.